പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ച് മറ്റൊരു അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷ കൂടി വരികയാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത്. PSC ഇതുമായി ബന്ധപ്പെട്ട യോഗ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി ഈ മാസത്തെയോ അല്ലെങ്കിൽ അടുത്ത മാസത്തെയോ നോട്ടിഫിക്കേഷനുകളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്കുള്ള AE സിവിൽ അല്ലെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിലിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നിലവിൽ സിവിൽ എഞ്ചിനീയറിംഗ് പരീക്ഷകൾക്കായി പഠിച്ചുകൊണ്ടിരിക്കുന്ന BTech ഗ്രാജുവേറ്റ്സിന് ഏറ്റവും മികച്ച നോട്ടിഫിക്കേഷനുകളിൽ ഒന്നാണിത്. നമുക്കറിയാം അടുത്ത മാസം LSTD AEയുടെ പരീക്ഷയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങൾ. അതിനോട് ചേർത്ത് വെച്ച് തന്നെ ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അസിസ്റ്റന്റ് എഞ്ചിനീയർ LSTD AE ആണെങ്കിൽ പോലും ഒരുപാട് വേക്കൻസികൾ വരുന്നൊരു പരീക്ഷയാണ്. ഇതിനും വേക്കൻസികൾ കമ്പയർ ടു അതർ എക്സാംസ് കൂടുതൽ വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് കഴിഞ്ഞ തവണത്തെ അഡ്വൈസ്, നിലവിൽ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്, അതിൽ നിന്ന് എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നേ പറയട്ടെ, I+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇനി നടക്കാനിരിക്കുന്ന LSTD AE ആണെങ്കിലും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ലോങ് ടൈം ബാച്ചുകളും ക്രാഷ് കോഴ്സുകളും ഒക്കെ ആയിട്ട് വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് I+ന്റെ കോഴ്സുകൾ എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്ക് തൊട്ട് മുന്നേ ഒരു പരീക്ഷ നടന്നിരുന്നു. അത് 2023 മാർച്ചിലാണ് ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഇതുവരെ 48 പേർക്ക് അതിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. 2023 മാർച്ചിലാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അതായത് 2026 മാർച്ച് വരെ ഈ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടാവും. പക്ഷേ നമ്മുടെ ഈ പരീക്ഷ ഇനി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പരീക്ഷയും അടുത്ത വർഷം 2026 നടക്കാനാണ് എല്ലാ സാധ്യതയും. അപ്പോൾ ആ സമയത്തേക്ക് പരീക്ഷ നടന്ന് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്ക് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുകയും ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് തീർച്ചയായിട്ടും സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പഠിക്കാനും അതുപോലെ തന്നെ ജോലി നേടാനും സാധിക്കും. കോച്ചിങ്ങിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് I+ നിങ്ങൾക്കൊപ്പമുണ്ട്. അപ്പോൾ ഒട്ടും വൈകേണ്ട. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറുകളിലും അല്ലെങ്കിൽ ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അവിടെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ഡിസിഷനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.